ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് ഷോപ്പിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. വലിയ ഇതിൽ കെട്ടടിക്കുന്ന വീഡിയോ എടുത്തതാണ്, പക്ഷെ പകുതി ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. ഞാൻ സുരേച്ചിയുടെ കൂടെയാണ് കേട്ടോ ഷോപ്പിങ്ങിന് പോണത്. വിഷു ആയതുകൊണ്ട് നമുക്ക് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള സാരിക്ക് വേണ്ട ബ്ലൗസ് എടുക്കാൻ വേണ്ടി പോയതാണ്, ബ്ലൗസിന്റെ പീസ് എടുക്കാൻ വേണ്ടി പോയതാണ്. നമ്മൾ കുന്നോളത്തുള്ള ക്യൂ എന്ന് പറയുന്ന ഷോപ്പിലേക്കാണ് പോയത് കേട്ടോ. ഭയങ്കര വലിയ ഷോറൂമാണ്, ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. റണ്ണിങ് മെറ്റീരിയലിന്റെ ഒരുപാട് ആൾക്കാർക്ക് അറിയാവുന്ന ഷോറൂമാണ്. അപ്പോൾ എനിക്ക് ആദ്യം ബ്ലൗസ് പീസ് വേഗം തന്നെ കിട്ടി. സൂര്യേച്ചിക്ക് കിട്ടാത്തതിന്റെ വിഷമത്തിൽ നിൽക്കുകയാണ്. ആ മുഖം കണ്ടാൽ തന്നെ അറിയാം വലിയ മൂടൊന്നുമില്ല. പിന്നെ അത്യാവശ്യം തെരഞ്ഞിട്ട് നമുക്ക് സാധനം കിട്ടി. പിന്നെ നമ്മൾ നേരെ പോയത് ചാവക്കാടുള്ള സ്റ്റുഡിയോയ്ക്കാണ്. സൂര്യേച്ചി ശോഭയിൽ പോയപ്പോൾ കണ്ടുവച്ചൊരു പാന്റ് ഇവിടെ ഉണ്ടോന്ന് പോയി നോക്കിയതാണ്. ആള് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, പക്ഷെ പോയപ്പോൾ സൈസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ വേറെ സാധനങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ച് ഇങ്ങനെ ഫുള്ള് ചുറ്റിക്കറങ്ങി നടന്നു. സമ്മർ കളക്ഷൻസ് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ കളക്ഷൻസും എനിക്ക് ഇഷ്ടമായി. എന്റെ അമ്മ പൊതുവേ പറയാറുള്ളത് സ്റ്റുഡിയോയ്ക്ക് വിട്ടുവിടാ എന്നാണ്, വെറുതെ പോലും വിട്ടുവിടാ എന്നാണ്. കാരണം പോയി കഴിഞ്ഞ് ഞാൻ കുറെ ഡ്രസ്സ് എടുത്തിട്ട് വരും. പക്ഷെ ഇപ്പൊ എന്റെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ട് നമ്മൾ ഡ്രസ്സ് ഒന്നും എടുത്തില്ല. പക്ഷെ ഈ ഒരു പാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. സമ്മർ കളക്ഷൻസിൽ വന്നിട്ടുള്ളതാണ് ഈ ഒരു സെറ്റ് ഓഫ് ഡ്രസ്സസ്. പിന്നെ നമ്മൾ അവിടുന്ന് വേറെ ഒന്നും വാങ്ങിയൊന്നുമില്ല. പക്ഷെ സൂര്യേച്ചി എനിക്ക് നെയിൽസ് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കഥ ഇപ്പൊ പിന്നാലെ വരും, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. നമ്മളെ സ്റ്റുഡിയോയില് വന്നിട്ട് എനിക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടത് നെയിൽസ് ആയിരുന്നു. ഈ സൂര്യേച്ചി എനിക്കത് വാങ്ങിച്ചു തന്നു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചപ്പോ രണ്ടുപേരും കൂടി കീറി. അപ്പൊ അത് വാങ്ങേണ്ടി വന്നു. എന്നാലും അത് വാങ്ങേണ്ടി വന്നു. വേണ്ടാന്ന് വെക്കാൻ പോയ സാധനം കീറിച്ചിട്ട് വാങ്ങേണ്ടി വന്നു ഞങ്ങൾ. താങ്ക് യു ഉമ്മ. അയ്യോ എനിക്ക് വയ്യ ഗൈസ്. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ. ഐ ഡോണ്ട് നോ വൈ. അതെന്താ അങ്ങനെയെന്ന് അറിയില്ല. ഞങ്ങൾ എവിടെ പോയി പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാറ്. പിന്നെ നമ്മൾ നേരെ ചാവക്കാടുള്ള ഗിഫ്റ്റ് ഹൗസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടെ കിട്ടും. അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പൊ നമ്മൾ അവിടുന്ന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി എന്താ പറയുക, ഞങ്ങൾ ബില്ലൊക്കെ പേ ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് നേരെ പോയത്. കുറേ നേരം നിന്ന് ഷോപ്പിംഗ് ചെയ്ത കാരണം വിശക്കുന്നത് കൊണ്ട് ടീഫിയിലേക്ക് പോയി. ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ടീഫി ഈസ് അവർ ഫേവറേറ്റ്. അപ്പൊ നമ്മൾ പോയപ്പോൾ നമ്മുടെ മെയിൻ പാർട്ട്ണർ, എൻ്റെ മെയിൻ കോഫി ഓർ ടീ പാർട്ട്ണറിനെ കണ്ടു, നസ്രീനെ. അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ കണ്ടിട്ട് എന്നെ കുറെ ചീത്ത പറയുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അവിടെ പോയപ്പോൾ ഞാൻ ആളങ്ങനെ കോയിൻസിഡന്റ് ആയിരുന്നു ഞങ്ങൾ അവിടെ പോയത്. അപ്പൊ പിന്നെ നമ്മൾ നേരെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തയ്ക്കാൻ കൊടുക്കാൻ പോയി. പിന്നെ നമ്മൾ വാങ്ങി നെയിൽസ് ഒക്കെ ഒട്ടിച്ചു നോക്കി. അപ്പൊ അത്രയുള്ള ബൈ.